തേങ്ങയും ഞാനിവിടെ തയ്യാറാക്കുന്നത് കറിവേപ്പില ഇഞ്ചിപ്പൊടിയാണ്. അതിലേക്കായി ഇഞ്ചി വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചേർത്ത് ഇഞ്ചി വറുത്തെടുക്കാം. ഒരു 1/4 കിലോ ഇഞ്ചിയാണ് ഈ വറുത്തെടുക്കുന്നത്. ഇഞ്ചി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ ഏകദേശം ഒരു തേങ്ങയും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും ചേർത്ത് വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടി കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാം. കറിവേപ്പില ഒരു 8-10 തണ്ട് ചേർക്കണം. ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം പൊടിച്ച് വായു കടക്കാത്ത കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ 6 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഈ മിക്സിയിൽ അടിച്ചതിൻ്റെ ചൂട് കുറച്ചുണ്ട്. അതൊന്ന് മാറിയതിന് ശേഷം കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ കറിവേപ്പില ഇഞ്ചിപ്പൊടി തയ്യാറായിട്ടുണ്ട്. ഇത് ഒരുപാട് നാൾ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്.